ഇപ്പോൾ ഒരു ഭാഗത്ത് CPM പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള തീരുമാനമാണ്. അപ്പോൾ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഘർഷ സാഹചര്യം പൂർണ്ണമായും ഒഴിഞ്ഞിരിക്കുന്നു. രണ്ട് ഭാഗത്തുമായി പ്രവർത്തകരെ മാറ്റി പോലീസ് അതിൻ്റെ ഇടയിൽ നിലയുറപ്പിച്ചോടുകൂടി തന്നെ കാര്യങ്ങൾ ഏകദേശം സമാധാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാം. ഒരു ഭാഗത്ത് കോൺഗ്രസ് കള്ളവോട്ട് ആരോപണവുമായി രംഗത്ത് വരുന്നു, മറുഭാഗത്ത് അതിനെ പ്രതിരോധിക്കാൻ CPM പ്രവർത്തകർ ഒത്തുകൂടുന്നു. ഇതാണ് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുള്ളതും. ഇപ്പോൾ ഇരുഭാഗത്തുമായി പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കന്മാരും രണ്ടു ഭാഗത്തേക്ക് മാറുകയും പോലീസ് അതിനിടയിൽ നിലയുറപ്പിക്കുകയും ചെയ്തു. CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇടപെട്ടാണ് ഈ പ്രവർത്തകരെ അനുനയിപ്പിച്ച് രണ്ടു ഭാഗത്തേക്കുമായി മാറിയത്. ഇന്ന് രാവിലെ ഈ ബാങ്കിലേക്ക് വോട്ട് ചെയ്യാനെത്തിയ പ്രവർത്തകരുടെ വാഹനത്തിന് നേരെ പോലും കല്ലേറുണ്ടാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിൽ ചിലർ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ ആ വോട്ട് ചെയ്യാനെത്തിയവരുടെ വോട്ട് മറ്റാരോ ചെയ്തതായി കണ്ടെത്തുകയും ആ വോട്ട് കള്ളവോട്ടായി രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തു എന്നൊരു ആരോപണമുണ്ടായി. അതിനുശേഷമാണ് MK രാഘവൻ MPയും അതുപോലെ DCC പ്രസിഡന്റും ഒക്കെ കള്ളവോട്ട് ആരോപണവുമായി രംഗത്തെത്തുന്നത്. ഈ കള്ളവോട്ട് ആരോപണം ഉണ്ടായതിനെ തുടർന്നാണ് പിന്നീട് രണ്ടു ഭാഗത്തുമായി പ്രവർത്തകർ നിലയുറപ്പിക്കുകയും ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിലേക്ക് എത്തുകയും ഇവിടെ നിന്ന് ആരെയും അകത്തേക്ക് കടത്തിവിടാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നത്. അതിനെ തുടർന്നാണ് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയതും. ഇപ്പോൾ വോട്ടെടുപ്പ് വീണ്ടും പലതുപോലെ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേതാക്കൾ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നാണ് ഇരു കൂട്ടരും ആരോപിക്കുന്നതും. ഒരു ഭാഗത്ത് കള്ളവോട്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ മറുഭാഗത്തും ഈ തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കാനുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നതും എന്നുള്ളതാണ് CPM ആരോപിച്ചുകൊണ്ടിരിക്കുന്നതും. ഇന്ന് രാവിലെ 7 മണിക്കാണ് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത്. 6 മണിക്ക് തന്നെ ആളുകൾ വലിയ കൂട്ടമായി വോട്ട് ചെയ്യാനെത്തിയിരുന്നു. 35,000 വോട്ടുകൾ ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെതായിട്ടുണ്ട്. പറയഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ വോട്ടെടുപ്പ് കേന്ദ്രം സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടേക്ക് രാവിലെ തന്നെ എത്തിയ ആളുകളിൽ ഐഡൻറ്റിറ്റി കാർഡ് പരിശോധിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് പരിശോധിച്ച ശേഷം മാത്രമാണ് ആളുകളെ അകത്തേക്ക് കയറ്റി വിട്ടുകൊണ്ടിരുന്നത്. ആ ഐഡൻറ്റിറ്റി കാർഡ് പരിശോധിക്കുന്ന ഘട്ടത്തിൽ പോലും കള്ളവോട്ട് ആരോപണം ഉണ്ടായിരുന്നു. കാരണം ആ ക്യൂവിൽ 30ാമതായി നിന്ന ആളുടെ വോട്ട് നേരത്തെ മുന്നിൽ വന്ന ഒരാൾ ചെയ്തു പോയി എന്നുള്ളൊരു ആരോപണമാണ് ആദ്യം ഉയർന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം തുടക്കത്തിൽ വന്നിരുന്നു. അതിനുശേഷമാണ് നിരന്തരമായി കള്ളവോട്ടുകൾ ഉണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് DCC പ്രസിഡന്റും MK രാഘവൻ MPയും ചേർന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തി കള്ളവോട്ട് ആരോപണം പരസ്യമായി ഉന്നയിക്കുന്നതും. അതിനുശേഷം ഈ പ്രവർത്തകർ തന്നെ കൂടി ഇത്തരം കള്ളവോട്ടുകൾ തടയുക എന്ന മട്ടിൽ റോഡിൽ കുത്തിയിരിക്കുകയും ആ കുത്തിയിരിക്കുന്ന ഘട്ടത്തിൽ വലിയ ആരോപണങ്ങളിലേക്ക് പോവുകയും പിന്നീട് മുദ്രാവാക്യം വിളികളിലേക്ക് പോവുകയും ആ മുദ്രാവാക്യം വിളികൾ സംഘർഷത്തിലേക്ക് പോവുകയുമായിരുന്നു. ഇപ്പോൾ CPMൻ്റെ നേതാക്കന്മാർ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ പ്രവർത്തകരും ഒരു ഭാഗത്തുണ്ട്. ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രവർത്തകരോട്. അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇടപെട്ട് സംസാരിച്ച കൺസ്യൂമർ ഫെഡിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള M മെഹബൂബ് ഇവിടെയുണ്ട്. അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹത്തിൻ്റെ കൂടി നിയന്ത്രണത്തിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ ബാങ്ക് നേരത്തെ കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ആ ബാങ്ക് ഭരണസമിതിയുമായി DCC നേതൃത്വം ഉടക്കിയതോടുകൂടിയാണ് കാര്യങ്ങൾ ഒരു മത്സരത്തിലേക്ക് പോയത്. കാരണം മത്സരമില്ലാതെ തന്നെ ഈ ബാങ്കിൻ്റെ ഭരണം നേരത്തെ കോൺഗ്രസ് സുഖകരമായി വർഷങ്ങളോളം കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ആ ബാങ്ക് പ്രസിഡന്റ് പ്രശാന്തുമായി DCC പ്രസിഡന്റും അതുപോലെ ഇവിടെ സ്ഥലം MP MK രാഘവനും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ചേവായൂർ ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങൾ MK രാഘവൻ MPക്കെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു എന്നാരോപിച്ചുകൊണ്ടാണ് ആ ബാങ്ക് ഭരണസമിതിയെ മുഴുവനായി കോൺഗ്രസ് പുറത്താക്കിയത്. അതിനുശേഷമാണ്